മലപ്പുറം കൂരിയാട് ദേശീയപാത തകർന്ന സംഭവത്തിൽ കാരണക്കാരായവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉറപ്പ് നൽകിയതായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കേന്ദ്രമന്ത്രിയോട് ഈ വിഷയത്തിൽ നേരിട്ട് സംസാരിച്ചു. ശാശ്വത പരിഹാരത്തിനുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കൂരിയാട് റോഡ് തകർന്ന സ്ഥലം ബിജെപി അധ്യക്ഷൻ സന്ദർശിച്ചു. ഇന്ന് ഉച്ചയോടെയാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൂരിയാട്ടെ അപകടസ്ഥലം സന്ദർശിച്ചത്. തുടർന്ന് അദ്ദേഹം ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥനോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. बार क्या हुआ, अजीब सा क्या हुआ, कोई ज़्यादा बारिश हुआ नहीं अभी तक? सर ये बिकॉज सर जो लोड है वो लोड ज़्यादा है सर, और मतलब अलग से कुछ नहीं है, एकदम से जैसे कंस्ट्रक्ट किया वो लोड सॉइल वाज नॉट लोड ऑफ द व्हीकुलर ट्रैफिक और लोड ऑफ द डेड लोड सर. व्हीकुलर ट्रैफिक का लोड काफ़ी कम होता है सर, डेड लोड सबसे मैक्सिमम है. വിഷയത്തിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയോട് സംസാരിച്ചിട്ടുണ്ടെന്നും ശാശ്വത പരിഹാരം അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഞാനിത് 4 ദിവസം മുമ്പേ നിതിൻ ഗഡ്കരിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പിന്നെ കോൺട്രാക്ടറിനെ ഡീബാർ ചെയ്തിട്ടുണ്ട്. അതൊന്ന്. രണ്ടും ഒരു എക്സ്പേർട്ട് കമ്മിറ്റി ഇതിനെക്കുറിച്ച് എക്സാമിനേഷനും ഒരു എൻക്വയറി നടത്തുന്നുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ടില്ല. ആ റിപ്പോർട്ട് വരട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡൽഹി പോയി നിതിൻ ഗഡ്കരിയോടൊപ്പം ഇരുന്ന് ഇതിൻ്റെ എന്തായിരിക്കും പെർമനൻ്റ് ഒരു സൊല്യൂഷൻ, ഇനി അങ്ങനെ ഉണ്ടാവാൻ പാടില്ല, ഒരു ബ്രിഡ്ജാണോ പാലമാണോ, അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ അന്ന് തന്നെ അദ്ദേഹത്തോട് സംസാരിച്ച് അദ്ദേഹം എഗ്രി ചെയ്തിട്ടുണ്ട്. കേരളത്തിലടക്കം അടിസ്ഥാന സൗകര്യങ്ങൾ നടപ്പാക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. CPM-കാരുടേത് കോമഡി ഷോയാണ്. ഇതുവരെ CPM-ന്റെ മരുമകൻ പറഞ്ഞത് ഞങ്ങൾ ചെയ്തതാണെന്നായിരുന്നു. ഇവിടെ അടിസ്ഥാന സൗകര്യം ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ അത് നരേന്ദ്രമോദിജിൻ്റെ സർക്കാരാണ്. അത് വിഴിഞ്ഞം പോർട്ടാണോ, ഹൈവേ ആണോ, എയർപോർട്ടാണോ, റെയിൽവേ സ്റ്റേഷനാണോ, റെയിൽവേ ട്രെയിൻസ് ആണോ, നടത്തിയതെല്ലാം നരേന്ദ്രമോദിജിയാണ്. ഇതാണ് സത്യം. ഇത് ഒരു കോമഡി ഷോ മതിയല്ലേ. ഇതുവരെ CPM-ന്റെ മരുമകൻ പറഞ്ഞത് ഇത് ഞങ്ങൾ ചെയ്തു. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ അസംബ്ലിയിൽ പറഞ്ഞില്ലേ, ആകെ ഈ നാട്ടിൽ നടന്നതൊരു ഹൈവേ ആണ്. അതും ചെയ്തത് നിതിൻ ഗഡ്കരിയും നരേന്ദ്രമോദിയാണ്. ഞാനല്ല പറഞ്ഞത്, കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു. അപ്പോൾ ഇതുവരെ നടന്നത് ക്രെഡിറ്റ് എടുക്കാൻ നോക്കുക. അവർ പദ്ധതികൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിൻ്റെ ഫോട്ടോ അടിച്ച് നരേന്ദ്രമോദിജിൻ്റെ പദ്ധതി അത് PM മിഡ് ഡേ സ്കീമാണോ, PM ആയുഷ്മാനാണോ ആണോ, PM ആവാസ് ആണോ, അതിന് ചെയ്യുന്ന ഒരു നമ്മൾ കാണുന്നുണ്ടല്ലോ. അവർ ഒരു സ്ട്രാറ്റജിയാണ്. ഈ മാസം 19-നാണ് കൂരിയാട് ദേശീയപാതയോട് ചേർന്ന സർവീസ് റോഡ് ഇടിഞ്ഞ് താഴ്ന്നത്. സംഭവത്തിൽ 2-അംഗ സമിതിയെ അന്വേഷിക്കാൻ ദേശീയപാത അതോറിറ്റി നിയോഗിച്ചിട്ടുണ്ട്. ഇവർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ. ജനം, മലപ്പുറം.